ഇന്ന് നമ്മളിപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു പ്രൊജക്ട് കാറാണ്. വണ്ടി ഏതാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കാണും. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കാണിക്കുന്നതാണ്. വണ്ടിക്ക് കുറച്ച് പണികളുണ്ട് എന്നും നമ്മൾ പറയുന്ന പോലെ. അതുകൊണ്ടാണ് നമ്മൾ പ്രൊജക്ട് കാർ എന്ന് പറയുന്നത്. പണികൾ തീർത്തിട്ട് സമ്മറിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാലും ആ വണ്ടി വിൻ്ററിൽ ഒരിക്കലും ഓടിക്കാൻ പറ്റത്തില്ല. അതാണ് മെയിൻ ഇഷ്യൂ. അപ്പം അതുകൊണ്ട് മോസ്റ്റ് പ്രോബബിളി നമ്മൾ ആ വണ്ടി പോയി നോക്കണം. നോക്കിക്കഴിഞ്ഞ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ടോ ചെയ്യണം. ഓടിച്ചുകൊണ്ട് വരവ് നടക്കത്തില്ല. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിനി കാണാം. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തി. ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് 4 മിനിറ്റ്സ് ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു 20-25 മിനിറ്റ്സിൻ്റെ ഡ്രൈവായിരുന്നു. അപ്പം നമ്മളിപ്പോൾ വണ്ടി കണ്ടു. വണ്ടിയുടെ കാര്യങ്ങൾ വിനീതണ്ണം പറയും. വണ്ടി കണ്ടു. വണ്ടി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. വണ്ടിക്ക് ഓയിൽ ഫിൽറ്റർ ഹൗസിങ് ലീക്കുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ഹൗസിങ് ലീക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വണ്ടി ഏതാന്ന്. അതുപോലെ തന്നെ വണ്ടിക്ക് കൂളൻ ലീക്കുണ്ട്. അത് നൊട്ടോറിയസ് ആയിട്ടുള്ള ഏത് വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. നമ്മളിപ്പം വണ്ടി കണ്ടു, കുഴപ്പമൊന്നുമില്ല. ഈ ചെറിയൊരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിലും വണ്ടിയുടെ സ്പെക്ക് വെച്ച് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല വിൻ്ററിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുക. CA നമ്മൾ വിളിച്ചു. അപ്പം CA ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്ലാറ്റ് ബെഡ് വേണം. അപ്പോൾ ഫ്ലാറ്റ് ബെഡ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ടോ ചെയ്യുന്ന ഡീറ്റെയിൽസും ബാക്കിയെല്ലാം കാണിക്കുന്നതാണ്. അപ്പം എല്ലാവരും കാണുക. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മൾ വണ്ടി ടോ ചെയ്യാണ്. ടോ ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ ബാക്കി നോക്കാം. നമ്മളിപ്പോൾ വണ്ടി വീട്ടിലോട്ട് ടോ ചെയ്യുകയാണ്. നമ്മൾ CA വിളിച്ചാണ് ടോ ചെയ്യണം. ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ CA ആണ്. അപ്പോൾ വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടൊരു 5 മിനിറ്റ് തന്നെ ഫ്ലാറ്റ് ബെഡ് വന്നു. ഫ്ലാറ്റ് ബെഡ് വേണമെന്ന് പറഞ്ഞല്ലോ. വണ്ടി ഓൾറെഡി ഓയിൽ ഓവറിലാണ് കിടക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ടോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ടോ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി നോക്കണം. എന്തൊക്കെ കൂടലിൽ കൊണ്ട് വണ്ടിക്ക് അതുകൊണ്ടാണ് നമ്മൾ നോർമൽ ബേസിക്കലി ഓടിക്കാത്തത്. ഇവിടെ നിന്നൊരു കുറച്ച് നേരമുണ്ട്. അപ്പം ഇതിന് ചെന്നിട്ട് നമുക്ക് ഓഫ് റോഡ് ചെയ്യണമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതാ അവൻ പോകുന്നു. എടുത്തിരിക്കുകയാണ് ഗൈസ്, നമ്മൾ എടുത്തിരിക്കുകയാണ്.
വണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ലോഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. കുറച്ച് തിരിച്ചു ഇച്ചിരി ഫ്രണ്ട് വരെയില്ല. ഫ്രണ്ട് നല്ല രീതിയിൽ ലോയാണ്. ഒരയോ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊജക്റ്റാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. വേറെ പ്രത്യേകത ഉണ്ട് ഇതിന്. സ്റ്റിക്കാണ് കഴിച്ചത്. വേറെ ഇനിയുണ്ട്. ഇപ്പൊ വണ്ടി റിയർ വീൽ ഡ്രൈവ് ആണ്. അപ്പൊ ബാക്കി നമുക്ക് നോക്കാം. വണ്ടിക്ക് ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. വണ്ടിക്ക് കൂളൻ ലീക്ക് ഉണ്ട്, പിന്നെ ഓയിൽ ഫിൽറ്റർ ഹൗസിംഗ് ലീക്ക് ഉണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. അടുത്ത പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് ഫുൾ വീഡിയോ ഇനി അടുത്തടുത്ത എപ്പിസോഡ് വരാം. ഈടായിട്ട് വണ്ടിയിൽ നമുക്ക് വേറെ കാര്യം നോക്കാറുണ്ട്. നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. കപ്പ് ഹോൾഡർ വർക്കിംഗ് ആണോ? വർക്കിംഗ് ആണ്. നമ്മൾ ലക്കിയാണ്. ഒന്നാമത്തെ ആദ്യത്തെ വർക്ക് ചെയ്തു. രണ്ടാമത്തെ റെഡി. പിന്നെ എക്സോസ് നോട്ടോട് നിയമിച്ചേ.
അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് നമ്മൾ ഷെഡിൽ കയറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് പണികളുണ്ട് മുമ്പേ പറഞ്ഞ പോലെ. അപ്പോൾ അതിനിപ്പോൾ അടുത്ത എപ്പിസോഡുകളായിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. വിൻ്ററിൽ എത്രമാത്രം പണിയാൻ പറ്റുമോ നമുക്ക് അറിയത്തില്ല. ക്ലൈമറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യണം. ഇപ്പം നല്ല തണുപ്പാണ്. അതെ, -18 കൂടലിലേക്കൊക്കെ നമുക്ക് വണ്ടി ജാക്കപ്പ് ചെയ്യാൻ നോക്കാൻ പറ്റത്തില്ല. അപ്പം അത് ഈ വെതർ ഇപ്പോൾ ഈ പ്രാവശ്യം നല്ല വിൻ്റർ, എല്ലാ ദിവസവും സ്നോ ഉണ്ട്. കാണുമ്പോൾ അറിയാം മുഴുവൻ സ്നോ ആയി ഇവിടെ മുഴുവൻ. നമുക്ക് ഈ എത്രമാത്രം പണിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രൊജക്റ്റും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ്. പതുക്കെ സ്പ്രിങ്ങിലെല്ലാം നമ്മൾ ഫുൾ ഓൺ ആയിട്ട് വരും. തീർച്ചയായിട്ടും. അതെ, അടുത്ത വേറെ നമ്മുടെ കമോറയും നമ്മളതിൽ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പം അടുത്ത എപ്പിസോഡ് വരേക്കും